സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു another വീഡിയോ. സോ ഇന്ന് നമ്മളൊരു എം ഐയുടെ ഫോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. എം ഐയുടെ ഫോൺ ഈ ഒരു കവർ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്കിത് ആക്ച്വലി പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെറ്റപ്പിൽ നിങ്ങൾക്കൊരു കിടിലൻ ഇൻട്രോ ഒക്കെ തന്നിട്ട് എടുക്കണം എന്നായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി എനിക്കിത് വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല കാര്യങ്ങളൊക്കെയാണ് വന്നത്. പക്ഷേ കുറ്റം പറയാതിരിക്കാൻ വയ്യല്ലോ. എം ഐയുടെ ഡെലിവറി എന്ന് പറഞ്ഞാൽ മഹാശോകമായിരുന്നു. ആരും എം ഐയുടെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യരുത്. ഞാൻ എം ഐയുടെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എനിക്ക് ആക്ച്വലി ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം വരുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് സാധനം വന്നതോ 6 ദിവസം എന്തോ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വരുമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അതനുസരിച്ച് പ്ലാനും ചെയ്തിട്ടുണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പോൾ അതങ്ങനെ നൈസായിട്ട് മൂഞ്ചി. ഞാൻ എന്നിട്ട് എം ഐയുടെ കസ്റ്റമർ കെയർ വിളിച്ചപ്പോഴത്തേക്കും അവർ പറയുക അവർക്ക് അതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ലെന്ന്, ആരാ എങ്ങനെയാണ് ഷിപ്പ് ചെയ്യാമെന്നൊന്നും. ഇതാണ് ഞാൻ മേടിച്ച ഡിവൈസ്. ഇപ്പോൾ ഷോമിയുടെ 14 ഇല്ലേ, സിനിമാറ്റിക് വിഷൻ, അതാണ് ഞാൻ മേടിച്ചത്. അതിൻ്റെ പച്ച കളറാണ് മേടിച്ചത്. അപ്പോൾ ഇങ്ങനെ ബോക്സ് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പതിയെ ഊർന്ന് വായത്തൊക്കെ വരും. അല്ലേ, നമുക്ക് അതിൻ്റെ പറ്റിക്കകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു കവർ വരും. അതിൻ്റെ അകത്ത് കവറും സേഫ്റ്റി പിന്നുള്ളത്. ഇതാണ് ഫോണ്. അവിടെ ഇരിക്കട്ടെ. നമുക്ക് ചാർജർ നോക്കാം. 67 വാട്ടിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 67 വാട്ട് ഈ സമയത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു 1 ഇയർ ബാക്കറിങ് ആണ്. ടൈപ്പ് A to ടൈപ്പ് C ആണ് ചാർജർ വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം, കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് വേറൊന്നുമില്ല. പേപ്പറൊന്നുമില്ലാവോ? പേപ്പർ ഇതിൻ്റെ അകത്തുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, പേപ്പർ കിട്ടേ. ഓക്കെ, ഒരു വെള്ള കവറുണ്ട്, മഞ്ഞ കളറാവുന്നൊരു കവറുണ്ട്. ഇതെന്തായാലും മഞ്ഞ കളറാവും, ഉറപ്പല്ലേ? കൺഫേം ആയിട്ട്. പിന്നെ സിം ഇജക്ടർ, പിന്നെ എന്തോ ഒരു സാധനമുണ്ട്. ഓക്കെ, ഇത് മറ്റേ കോർണർ എഡ്ജസ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പം മറ്റേ UV ലൈറ്റ് വെച്ചിട്ട് നിങ്ങൾ ഗ്ലാസ് ഒട്ടിക്കുവാണെങ്കിൽ അതിൻ്റെ ഹോളെല്ലാം മര്യാദയ്ക്ക് അടയാനായിട്ട് അവരൊരു സീലിംഗ് ടേപ്പ് തന്നേക്കുന്നതാണ്. അപ്പോൾ ഈ സീലിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ട് തെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഹോളിലെ കൂടി ഒന്നും കയറി കംപ്ലൈൻ്റ് ഒന്നും ആവില്ല. അതാണ് അതിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതാണ് ഫോൺ. നമുക്കിത് പൊളിച്ച് മാറ്റാം. ഒരു സെക്കൻഡ്. അത് കയറിയും പോയി. എന്ത് കഷ്ടമായി പറയാൻ. മറ്റേതുപോലെ മറ്റേ താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ എഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് എഡ്ജുള്ളൊരു ഡിവൈസ് മേടിക്കുന്നത്. അതായത് കർവ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഇത് ഞാൻ ആ സംഭവം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയതാണ്. എന്താണ് എഴുതിയേക്കുന്നതെന്ന് അറിയണമല്ലോ. അവസാനം നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒപ്പിച്ച് വെക്കരുതല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫോൺ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ എനിക്കിത് വന്നിട്ടിപ്പം ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. എന്തായാലും നമുക്കിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ നന്നായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കാദ്യം ഇത് ഒന്ന് ഓൺ ചെയ്ത് ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിങ്ങനെ ഈ സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ മതി തോന്നണം, ഒട്ടിച്ച് മറ്റേ UV ലൈറ്റ് വെച്ച് ഒട്ടിക്കാൻ നേരത്തെ. അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ ആയിരിക്കുള്ളൂ, വേറൊന്നും ആയിരിക്കില്ല. എന്തായാലും അതൊരു നല്ല കാര്യമാണ്. കാരണം ചില കമ്പനിയൊക്കെ മറ്റേ UV ലൈറ്റ് വെച്ച് ഒട്ടിക്കരുത് എന്ന് പറയുന്ന സമയത്ത് UV ലൈറ്റ് വെച്ച് നിങ്ങൾ ഒട്ടിച്ചോ, പക്ഷേ ഒട്ടിക്കുമ്പോഴും ഈ സേഫ്റ്റി ആയിട്ട് ഒട്ടിക്കുക. മറ്റേ ലെതറിൻ്റെ പോർഷനിലൊക്കെ UVയുടെ സാധനങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല എന്നൊക്കെയാണ് അതിൽ എഴുതിയേക്കുന്നത്. ഇത് ഓണായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് പിന്നെ വരുന്നതായിരിക്കും കേട്ടോ.